ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. തിരുനാവായ നവാമുകുന്ദന്റെ മടിത്തട്ടിൽ നിന്ന് നവാമുകുന്ദ കീർത്തി പുരസ്കാരം ഏറ്റുവാങ്ങി നടി ഊർവശി. നവാമുകുന്ദ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമാണ് സ്നേഹാദരങ്ങളോടെ ഊർവശിക്ക് സമ്മാനിച്ചത്. 1,00,000 രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സാമൂതിരിയുടെ പ്രതിനിധി ഡോക്ടർ സുജിത് വർമ്മ സമ്മാനിച്ചപ്പോൾ സദസ്സ് കരഘോഷത്തിൽ അലിഞ്ഞു. പുരസ്കാരം ഏറ്റുവാങ്ങിയ ഊർവശി തിരുനാവായ ക്ഷേത്രവുമായുള്ള ബന്ധം ഉൾപ്പെടെ അനുസ്മരിച്ചു. കളം വരച്ച് ഒപ്പം അതിൻ്റെ പാട്ട് എല്ലാം കൂടെ ഒരു പൂജ നടന്നു. എൻ്റെ അമ്മയും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു സന്തോഷവും ഒക്കെ ആയി, വലിയൊരു സന്തോഷമായി. ആ ഒരു ബന്ധം ശരിക്കും പറയാനാണ്, ഈ ഒരു പ്രദേശത്ത് എനിക്കൊരു സഹോദരൻ്റെ വീടുണ്ട് എന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ പറയത്തക്ക രീതിയിൽ ഞാനെപ്പോഴും അങ്ങോട്ട് കൊണ്ട് ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ തിരുമേനി സ്ഥിരമായിട്ട് എൻ്റെ ചേട്ടനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പിന്നെ ഗിരീഷ് അങ്ങോട്ടോ ഇതെപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്രാവശ്യത്തെ മാമാങ്കം അത് വളരെ ഗംഭീരമായിട്ട് നടന്നു കേട്ടത്. പക്ഷെ എനിക്ക് പറ്റില്ല, ഞാനൊരു ഔട്ട്ഡോർ ഷൂട്ടിങ്ങിലായി പോയി. ഒരു ദിവസമെങ്കിലും വന്ന് പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. എൻ്റെ സിനിമാ ജീവിതം അങ്ങനെയാണ്. പക്ഷെ ഉടനെ തന്നെ ഇങ്ങനെ വളരെ യാദൃശ്യമായിട്ടൊരു പുരസ്കാരം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു. ഞാൻ 3 ദിവസത്തിന് മുമ്പ് വരെ ഈ പാലക്കാട് കൊടുവായൂരിലായിരുന്നു താമസിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഭീകര ചൂടായിരുന്നു അവിടെ. അത്ര ചൂട് സഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നൈയിലേക്ക് പോയി. ചെന്നൈക്കാണ് എനിക്ക് വോട്ട്, അത് മറ്റന്നാളാണ്. പക്ഷെ അവിടെ ഇന്നത്തെ ഷൂട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നാടനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നത്. ചടങ്ങിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ ആദവനാട് അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് നമ്പൂതിരി, അസിസ്റ്റന്റ് മാനേജർ സുനന്ദ, എം നാരായണൻ ഇളയത് എന്നിവർ പ്രസംഗിച്ചു. സാമൂതിരി കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു പുരസ്കാര സമർപ്പണം. ആർട്ടിസ്റ്റ് കടവല്ലൂർ മോഹനൻ, ഗീതാ അന്തർജനം, AP നാരായണൻ നമ്പൂതിരി, P ശശികുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് കോട്ടക്കൽ PSV നാട്യസംഘത്തിന്റെ സമ്പൂർണ്ണ ദുര്യോധനവധം കഥകളിയും ക്ഷേത്രം ജീവനക്കാരുടെ കലാപരിപാടികളും അരങ്ങേറി. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഉത്സവബലിയുടെ ചടങ്ങുകൾക്ക് ചൊവ്വാഴ്ച രാവിലെ തുടക്കമായി. ക്ഷേത്രം തന്ത്രി ആചാര്യൻ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബുധനാഴ്ച പള്ളിവേട്ട നടക്കും. പടിഞ്ഞാറേ നടയിൽ നിന്ന് ഗജവീരന്റെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പ് നടക്കുക. 23-നാണ് ഉത്സവത്തിന്റെ സമാപനം. എഡിറ്റർ ലൈവ്, തിരുനാവായ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.